സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം. നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഒപ്പം ഇന്ന് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ ഒരു ദിവസമാണ്. നമ്മളൊക്കെ വിഷു ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു. വിഷു ദിവസം ഗുരുവായൂരിന് ഏറെ പ്രത്യേകതയുണ്ട്. വിഷുവിന് ഗുരുവായൂർ വരിക, ഒന്ന് തൊഴുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് മലയാളി കാണുന്നു. അപ്പോൾ ആ വേളയിൽ ഇവിടെ ഈ വിഷു ദിവസം നമ്മളിവിടെ ഗുരുവായൂർ തിരഞ്ഞെടുത്തത് അതിൻ്റെ പിറകിൽ കുറേ താത്പര്യങ്ങളുണ്ട്. അതൊന്ന്, ഈ വിഷു ദിവസത്തിൽ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം ഭഗവാന്റെ ഒരു ചിത്രം. ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇത് പരിചയപ്പെടുത്തി തരേണ്ടത് ആവശ്യമില്ല. ഈ ഒരു ചിത്രം ഇത് നമ്മുടെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള എന്താണ് ഭാരതീയം 2014 പ്രഭാഷണ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലെ ഒരു പ്രഭാഷണ വിഷയമാണ് ഈ കാണുന്ന ഗുരുവായൂരപ്പൻ്റെ ചിത്രം. അപ്പം ഇന്ന് വിഷുവിന് ഗുരുവായൂരിരുന്ന് ഇതിൻ്റെ തത്വചിന്ത ചെയ്യുന്നു എന്നത് അതൊരു വലിയ നിങ്ങളെ സംബന്ധിച്ചും ശ്രോതാക്കളായിട്ടുള്ളവരെ സംബന്ധിച്ചും വക്താവായിട്ടുള്ളതിൻ്റെ ആചാര്യൻ എന്നുള്ള നിലയിൽ സ്വാമിയെ സംബന്ധിച്ചും നമ്മുടെ ഈ സാധനാ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഒരു പത്രത്തിൽ നിന്ന് 2 പേര് സ്വാമിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു. അതിലൊരാൾ അമ്പലത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു, അങ്ങേക്ക് ഇതിൻ്റെ ഈ ചിത്രത്തെക്കുറിച്ച് ഒരാൾ ചോദിച്ചാൽ തിരുമേനി എന്താണ് ഈ ഗുരുവായൂരപ്പൻ്റെ ഈ ഫോട്ടോ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ഈ ഫോട്ടോ? കാരണം കുട്ടികളൊക്കെ ചോദിക്കുന്നു എന്തുകൊണ്ട് ഭഗവാന് 4 കൈകൾ എന്നൊക്കെ. അപ്പം എന്താണ് ഇതെന്ന് ചോദിച്ചാൽ തിരുമേനിക്ക് അറിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയില്ല സ്വാമിജി എന്നാണ്. നിങ്ങളോട് സ്വാമി ഇത് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിത് അറിയൂ. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ എത്രയോ കാലമായിട്ട് ആരാധിക്കുന്നതാണ്. ഇതിൻ്റെ പിറകിലൊരു തത്വമുണ്ട്. ഈ തത്വം സന്ദീപാനന്ദഗിരി സ്വാമി പുതുതായിട്ട് വ്യാഖ്യാനിച്ചതാണോ? അല്ല. ആരാണോ ഇങ്ങനെയൊരു ചിത്രത്തെ വാങ്മയ രൂപത്തിൽ, ശ്ലോക രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? വേദവ്യാസരാണ്. ആ വേദവ്യാസ ഭാഗവതത്തിൻ്റെ അവസാനം 12 സ്കന്ധത്തിൽ എന്താണ് ഈ രൂപം എന്ന് അതിമനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മൾ ചൊല്ലുന്ന മന്ത്രമാണ്. എന്താണ് ആ മന്ത്രം? കേവലം ഒരു ശബ്ദം മാത്രമാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത്രായതേ ഇതി മന്ത്രഃ. മനനത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും. അപ്പം ഈ മന്ത്രം നമ്മളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? അതറിയോ? കാരണം ഒരു പത്രപ്രതിനിധി എന്ന നിലയിലല്ല നമ്മുടെ ചോദ്യം അദ്ദേഹത്തോട്. കാരണം അമ്പലത്തിലെ ശാന്തി എന്നുള്ള നിലയിലായി.
മേൽശാന്തിയായിട്ട് ജോലി ചെയ്യും. ആ ജോലിയും കൂടെ ഉണ്ട് അദ്ദേഹത്തെ. നിങ്ങളും ചോദിക്കണം, കാരണം നമ്മുടെ കുട്ടികൾ ഇത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഭാരതീയം 2014? പലപ്പോഴും നമുക്ക് പലർക്കും ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട് എന്ന് പറയാം. എന്താണ് എന്നാണെങ്കിൽ, ഭാരതീയ ദർശനങ്ങളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഭാരതീയ ദർശനങ്ങളെ നമുക്ക് 4 രീതിയിൽ സമീപിക്കാം. 4 രീതിയിൽ. ഒന്നാമത്തേതിന് ചരിത്രപരം എന്ന് പറയും. ചരിത്രപരം എന്ന് പറയുമ്പോൾ എല്ലാ ചരിത്രപരമായ സമീപനവും അന്വേഷണവും അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കലെല്ലാം തന്നെ ഇന്നലകളുടെ എന്താണോ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ളത്, ആ സംഭവിച്ചിട്ടുള്ള ഇന്നലകളുടെ യാഥാർത്ഥ്യത്തെ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുന്നതിനെയാണ് ചരിത്രപരം എന്ന് പറയുക. ഇപ്പം മഹാഭാരതത്തെക്കുറിച്ചോ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ്. മഹാഭാരതം, ഭാഗവതം, പിന്നെ ഒരു ഉപനിഷത്തുണ്ട്, കൃഷ്ണോപനിഷത്ത്. ഇതൊക്കെയാണ് ഇവിടെ വിഷയങ്ങൾ. അപ്പോൾ മഹാഭാരതത്തെ സംബന്ധിച്ച് മഹാഭാരതത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആധുനിക ചരിത്രകാരന്മാർക്കും അതുപോലെ തന്നെ പാശ്ചാത്യർക്കും പൗരസ്ത്യന്മാർക്കും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിന്മയാനന്ദ സ്വാമികൾ പറയും, നമുക്ക് ഹിസ്റ്ററി ഇല്ല. ഹിസ്റ്ററി ഉണ്ട്, പക്ഷേ സ്വാമിജി പറയുന്നത് ഇതാണ്, ഹിസ്റ്ററി അല്ല നമ്മൾ ഊന്നൽ നൽകുന്നത്. പിന്നെ എന്താണ്? ഹിസ് സ്റ്റോറിയാണ്. അതെന്താണ്? അതൊരു മിസ്റ്ററിയാണ്. അതേസമയം അത് മൈ സ്റ്റോറിയാണ്. ഹിസ്റ്ററി, മിസ്റ്ററി, മൈ സ്റ്റോറി. അപ്പൊ ചരിത്രപരമായ ഒരന്വേഷണം, സ്വാമി ഒരു ചരിത്രകാരനല്ല. നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ട് എങ്കിൽ ചരിത്രപരമായ യാതൊരു വ്യാഖ്യാനങ്ങൾ നൽകാൻ സ്വാമി പ്രാപ്തനല്ല. അതിൻ്റെ വിവരങ്ങളൊന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ര അറിവുള്ളതല്ല. അതുകൊണ്ട് ചരിത്രപരമായ ഒരു വ്യാഖ്യാനം ഇത് നമുക്ക് സമീപിക്കാവുന്നതാണ്. ചരിത്രപരമായിട്ട് അതിൻ്റെ കാലപ്പഴക്കവും അത് ഏത് ഭൂപ്രദേശമാണ്, അന്നത്തെ ആഹാര രീതി, വസ്ത്രരീതി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ചരിത്രപരമായ അന്വേഷണങ്ങളിൽ. അതുകൊണ്ട് ചരിത്രപരമായ ഒരു വ്യാഖ്യാനം ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മുടെ ഭാഗത്ത് നിന്ന്. കാരണം നമ്മൾ ചരിത്രകാരനല്ലാത്തതുകൊണ്ട്. രണ്ടാമത്തേത് ഭക്തിപരം എന്ന് പറയും. അതൊരു സമീപനമാണ്. ഭക്തിപരം എന്ന് പറയുമ്പോൾ അതൊരു വൈകാരികമായ സമീപനമാണ്. വൈകാരികം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതം, ഭാഗവതം, രാമായണം ഇത്യാദി ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥകളെയൊക്കെ നമ്മൾ വൈകാരികമായി സമീപിക്കുന്നു. വൈകാരികം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കുറേയും കൂടെ നമ്മുടെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം ഇങ്ങനെയുള്ള ധർമ്മ ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങൾ നമ്മളെ ആത്യന്തികമായി അനുഗ്രഹിക്കും, രക്ഷിക്കും, പരിപാലിക്കും എന്നൊക്കെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്ന സമയത്ത് വീട്ടിൽ ചില അനർത്ഥങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ വിശ്വാസം മുഴുവൻ ഉലയും. നമുക്ക് പിന്നെ ആദ്യം ചെയ്യുന്നത് ഏതൊരു മൂർത്തിയെയാണോ നമ്മൾ ആരാധിച്ചു പോകുന്നത്, അത് ചിലപ്പോൾ കൃഷ്ണനായിരിക്കാം, രാമനായിരിക്കാം, ആരെങ്കിലും ആവും. ഇതെല്ലാം കൂടെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും?
എടുത്ത് വലിച്ചെറിയുക, അല്ലെങ്കിൽ പിന്നെ പൂജാമുറിയിൽ കയറാതെയാവും, വിളക്ക് കത്തിക്കില്ല, അമ്പലത്തിൽ പോവില്ല. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ ഭാവത്ത് ഇതാണ് അവരുടെ സമീപനം, വൈകാരികമായിട്ടുള്ളൊരു സമീപനമാണ്. ചിലർ പറയും, ശബരിമലയിൽ മണ്ണിടിഞ്ഞ് ഇത്രയും പേര് മരിച്ചില്ലേ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് കാർ ആക്സിഡൻറ്റിൽ മരിച്ചില്ലേ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. ഇതെല്ലാം തന്നെ അങ്ങനെ ചോദിക്കുന്നവരും അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ സമീപിക്കുന്നവരെല്ലാം തന്നെ ഇത്ര കാലവും നിങ്ങൾ ഈശ്വര ഭജനവും ആശ്രമവും ഒക്കെ ആയി നടന്നിട്ട്, ഗീതാപാരായണവും ഭാഗവത പാരായണവും ഒക്കെ ആയി നടന്നിട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ, കുട്ടി ആക്സിഡൻ്റായി മരിച്ചില്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നാം പിന്നെ അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വിമർശിക്കും. അപ്പൊ എങ്ങനെയായിരുന്നു ഞാൻ ഈ സങ്കേതങ്ങളെ, ഭാരതീയ ദർശനങ്ങളെ, അല്ലെങ്കിൽ അത്തരം ബിംബങ്ങളെ ഞാൻ നോക്കിക്കണ്ടിരുന്നത്, എൻ്റെ സമീപനം എന്തായിരുന്നു എന്നതിനുത്തരം വൈകാരികമായിരുന്നു, ഭക്തിപരമായിരുന്നു എന്ന് പറയും. ഭക്തി എന്ന് പറയുന്ന വേറൊരു തലമുണ്ട്, ഗീതയിൽ പറയുന്ന തലം, അത് വേറെ, നമ്മൾ തൽക്കാലം ഒരു പേര് നൽകി എന്നേ ഉള്ളൂ. വൈകാരികം എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ളത്, പക്ഷെ ഭക്തിപരം എന്ന് നമുക്ക് പേര് ചൊല്ലാം തൽക്കാലം. അപ്പോൾ ഒന്നാമത്തേത് ചരിത്രപരം, രണ്ടാമത്തേത് ഭക്തിപരം, മറ്റൊന്ന് മൂന്നാമത്തേത് ഭാഷാപരം. ഇതിൽ 1, 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം, ക്രമമൊന്നുമില്ല. ഭാഷാപരം, ഭാഷ പഠിക്കുന്നതിന് ഈ ഗ്രന്ഥം വളരെ നല്ലതാണ്. ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ ഏതും ഭാഷ പഠിക്കുന്നതിന് വളരെ നല്ലതാണ്. കാരണം ഞങ്ങൾ 5ാം ക്ലാസ്സിൽ സംസ്കൃതം പഠിക്കുമ്പോൾ നമുക്ക് രാമായണത്തിലെ സുന്ദരകാന്ഡമായിരുന്നു, രാമായണമായിരുന്നു ടെക്സ്റ്റ്, ഭാഷ പഠിക്കുന്നു. പിന്നെ തുടർന്ന് മുകളിലേക്ക് പോകുമ്പോൾ രഘുവംശവും അതുപോലെ പല ഭാസന്റെയും ബാണന്റെയും കഥകളും കവിതകളും നാടകങ്ങളും ഒക്കെ പഠിക്കാൻ വിഷയങ്ങളാണ്. അപ്പോൾ ഭാഷാ പഠനം, ഭഗവത്ഗീതയിലൂടെ സംസ്കൃത ഭാഷ പഠിക്കാം, രാമായണത്തിലൂടെ സംസ്കൃത ഭാഷ പഠിക്കാം. ഇപ്പോൾ വാത്മീകിയുടെ രാമായണവും വ്യാസന്റെ രാമായണവും ഒരു താരതമ്യ പഠനം ഭാഷയ്ക്ക് ഏറ്റവും ഗംഭീരമാണ്. കാരണം വ്യാസരേക്കാൾ കുറേയും കൂടെ ലാളിത്യം, അല്ലെങ്കിൽ അത്രയും കുറേ ചിലർക്ക് വ്യാസരുടെ രാമായണമാണ് ഇഷ്ടം, ചിലർക്ക് വാത്മീകിയുടേതാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ വായിക്കുന്ന എഴുത്തച്ഛൻ്റെ രാമായണം വ്യാസരുടെ അധ്യാത്മ രാമായണം മൂലത്തെ അവലംബമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന രാമായണം വ്യാസരാമായണമാണ്. വ്യാസരാമായണത്തോടാണ് അതിന് കടപ്പാട്. പക്ഷെ വ്യാസരാമായണം പോലെയല്ല വാത്മീകി രാമായണം. അപ്പൊ ഈ വാത്മീകിയുടെ കൃതികളും വ്യാസരുടെ കൃതികളും അതുപോലെ ഉപനിഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വൈദികങ്ങളായിട്ടുള്ള പ്രയോഗങ്ങൾ, അപ്പൊ അതിലെ സമാസങ്ങൾ, അതിൻ്റെ പദച്ഛേദം, അന്വയം ഇത്യാദി ഭാഷാ പഠനത്തിന് ഈ ധർമ്മശാസ്ത്രത്തെ നമുക്ക് സമീപിക്കാം. സ്വാമി ഒരു ഭാഷാ അധ്യാപകനല്ല. നിങ്ങളെല്ലാവരും തന്നെ ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയാണ് വന്നതെങ്കിൽ ഇതിൽ അവിടെയൊക്കെ പറയും ചില പ്രയോഗങ്ങളെക്കുറിച്ച്, പക്ഷെ ഇവിടെ അത്ര വിഷയമല്ല. അപ്പൊ ഈ മൂന്നും ഇവിടെ നിന്ന് നിങ്ങൾക്ക്, ഈ 3 വ്യാഖ്യാനങ്ങളും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ചരിത്രപരം, ചരിത്രകാരനല്ല സ്വാമി. വൈകാരികമായിട്ടുള്ള ഒരു തലം, അതും നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഉറപ്പും സ്വാമി തരില്ല. കാരണം ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോളൂ, നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും ഇത് തീർത്തു തരും, ദിവസവും രാവിലെയും വൈകുന്നേരവും തൊട്ട് തലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് അങ്ങനെ പറയുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നില്ല. എന്താണ് സ്വാമി പറയുന്നത്?
എങ്ങനെയായിരിക്കണം നിങ്ങൾ സ്വാമിയെ കേൾക്കേണ്ടത് എന്ന് ആമുഖം പറയുക. അപ്പം ചരിത്രപരമായിട്ടോ ഭാഷാപരമായോ ഭക്തിപരമായോ നമുക്ക് ഒന്നും ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല, ചെയ്യാനില്ല. നാലാമത്തേത് തത്വചിന്താപരം. തത്വചിന്താപരത്തിൽ ആദ്യത്തെ ചോദ്യം തന്നെ, ഞാനിവിടെ ഈ 2.5 മണിക്കൂർ ഇരിക്കുന്നത് എന്തിനാണ്? ഈ 2.5 മണിക്കൂർ ഞാനിവിടെ ഇരുന്നാൽ എനിക്ക് കിട്ടാനുള്ളത് എന്താ ഇതിൽ നിന്ന്? കാരണം ചരിത്രപരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളാണെങ്കിൽ 2 മഹായുദ്ധങ്ങളും 6000 ചില്ലാനും ആഭ്യന്തര യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. യുദ്ധങ്ങളുടെ കഥയാണെങ്കിൽ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യുദ്ധകഥകളുണ്ട്. പിന്നെ ഭാഷ, ഇനി ഇത് പഠിച്ചിട്ട് വേണം ഇനി കഥ എഴുതാൻ, കവിത എഴുതാൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ പോവുക. വൈകാരികമായിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ തത്വചിന്താപരത്തിൽ ഈ പറയുന്ന ശ്ലോകങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ ആനന്ദപൂർണമാക്കുന്നതിന് സഹായകമാണോ ഞാനിവിടെ ചെലവഴിക്കുന്ന 2.5 മണിക്കൂർ? അങ്ങനെ ചോദിച്ചാൽ സ്വാമിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, ഇങ്ങനെ ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും, മകനും മകളും, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഓഫീസ്, എൻ്റെ ചുറ്റുപാട്, ഈ ബന്ധങ്ങളിലൊക്കെ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ, ആ സമൂഹ ജീവി എന്ന നിലയിൽ എനിക്ക് പരമാനന്ദത്തെ, എനിക്കൊരു ശാന്തിയെ, സമാധാനത്തെ നൽകാൻ ഈ ഞാൻ ചെലവഴിക്കുന്ന ഈ സമയം അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിലൂടെ എനിക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങളുടെ വഴി തന്നെ തത്വചിന്താപരമാണ്. തത്വചിന്താപരമാണ്. കാരണം നമ്മുടെ അമ്മാവൻ ഒരു പ്രശ്നക്കാരനാണെങ്കിലും നമ്മൾ അമ്മാവനെ കൊല്ലാറില്ല. ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കൃഷ്ണൻ അത് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരിക്കലും അമ്മാവനെ വധിക്കില്ല. അപ്പൊ തന്നെ നമുക്കറിയാം അതിൻ്റെ പിറകിലൊരു രഹസ്യമുണ്ട്. നമുക്കത് അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു സംശയം തോന്നുന്ന സമയത്ത് ഭാര്യയെ പൂർണ്ണമായി നാട് കടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ആശ്രമത്തിൽ കൊണ്ടുപോയി ആക്കുക എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതല്ല. ഇനി ഗുരു വിരൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛേദിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നവരല്ല നമ്മൾ ആരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രീതി, നമ്മുടെ വഴി അറിഞ്ഞോ അറിയാതെയോ തത്വചിന്തയാണ്. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ വാകചാർത്ത് തൊഴാൻ വേണ്ടി മണിക്കൂറുകൾ ക്യൂ നിന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എത്രയോ മണിക്കൂർ ക്യൂ നിന്ന്, ആ ക്യൂവിന് നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറായി ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച് അമ്പലത്തിൻ്റെ ആ നടയിൽ, ശ്രീകോവിലിൻ്റെ നടയിലെത്തുമ്പോൾ അവിടെ 1 മിനിറ്റ് പോയിട്ട് വളരെ കുറഞ്ഞ സമയമേ നമുക്കിന്ന് നിൽക്കാൻ പറ്റുള്ളൂ. നിൽക്കാനൊന്നും പറ്റില്ല, ഒരു ഒഴുക്കാണ് അല്ലേ? അപ്പം ആ സമയത്ത് പോലും നമ്മൾ എന്താ ചെയ്യുന്നത്? ആ വിഗ്രഹത്തെ കണ്ണിങ്ങനെ മിഴിച്ച് നോക്കുകയാണോ, അതോ അത് കണ്ട ഉടനെ കണ്ണടക്കുകയാണ്? നമ്മൾ ആരും ചോദിക്കാറില്ലല്ലോ, സ്വയം നമ്മൾ അന്വേഷിക്കാറുണ്ടോ ഈ കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിവിടെ വന്നതെന്ന്?
അവിടെ ആ നടയിലെത്തുമ്പം അതുവരെ കണ്ണ് തുറന്ന് എല്ലാം നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ ആ വിഗ്രഹത്തെ കണ്ട ഉടനെ, ഒന്ന് കണ്ടു ഉടനെ നമ്മൾ കണ്ണടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഏതു നേരം അതിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ പോകണമായിരുന്നു. അതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ കണ്ണടയ്ക്കണം. എപ്പോൾ കാണുന്നുവോ ഉടനെ കണ്ണടയ്ക്കണം. അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അവിടെ തന്നെ നമ്മൾ നമ്മുടെ ചിന്ത, നമ്മുടെ അന്വേഷണം അവിടേക്കാണ്. ആ ബാഹ്യമായ രൂപത്തെ ആശ്രയിച്ചുകൊണ്ട്, അവലംബമാക്കിക്കൊണ്ട് വേറൊരു എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനിലേക്ക് ഞാനൊരു ഊളിയിട്ടിറങ്ങൽ ഞാൻ അറിയാതെ നടത്തുന്നു. അതിനേറ്റവും അന്വർത്ഥമായ ഇടം ആ നിലയിൽ. എല്ലായിടത്തും എനിക്ക് അങ്ങനെ കണ്ണടച്ചാൽ എനിക്കത് സാധിക്കുന്നില്ല. ഇനി അതല്ല, ഒരാൾക്ക് അങ്ങനെ സാധിക്കുന്നുവെങ്കിലോ കുഴപ്പമില്ല. ചിലരെ സംബന്ധിച്ച് ചിലർക്ക് ചില സങ്കേതങ്ങൾ അനിവാര്യമാണ്. ഇതാണ് തത്വചിന്തയുടെ വഴി. അതിനുവേണ്ടി ആചാര്യന്മാർ, ഭാരതീയ ആചാര്യന്മാർ ഒരുപാട് കഥകൾ പറഞ്ഞു. കഥ ഈ ധർമ്മശാസ്ത്രം പറയുന്നിടത്ത് മാത്രമല്ല, സയൻസിൽ പോലും ആധുനിക ഭൗതിക ശാസ്ത്രകാരന്മാർ കഥാരൂപത്തിലാണ് സയൻസ് കണ്ടെത്തിയിട്ടുള്ള വലിയ തത്വങ്ങളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ന്യൂട്ടൺ പതിവ് പോലെ തൻ്റെ ആ ആപ്പിൾ മരച്ചുവട്ടിലിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാപ്പിൾ തലയിലേക്ക് വീണു, താഴേക്ക് വീണു. അപ്പം അദ്ദേഹം അന്വേഷിച്ചു, എന്തുകൊണ്ട് ഇത് താഴേക്ക് വീണു. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിൽ. ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും പക്ഷെ ഈ കഥ നമുക്ക് മറക്കാതെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ആപ്പിള് താഴേക്ക് വീണു എന്നുള്ളതാണോ സയൻസിന് പറയാനുള്ളത്? അല്ല. സയൻസ് ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാറ്റിനെയും ആകർഷിക്കുന്നു എന്ന തത്വത്തെ ആവിഷ്കരിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് കഥയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്, ഒരു ആമുഖമാണ്. ഈ ആമുഖം സയൻസ് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആർക്കിമിഡീസ് അയാൾ ആദ്യമായിട്ട് കുളിച്ച ദിവസം അല്ല അത്. അദ്ദേഹം ടബിൽ കയറി കിടക്കുന്നു, വെള്ളം പുറത്തേക്ക് പോകുന്നു. ദിവസവും ഇതൊരാൾക്ക് സംഭവിക്കില്ലല്ലോ. അപ്പൊ ടബിൽ കയറി കിടന്ന ഉടനെ വെള്ളം പുറത്തേക്ക് ചാടിയപ്പം ടബിൽ നിന്ന് എഴുന്നേറ്റ് ആർക്കിമിഡീസ് യുറേക്ക എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയെന്ന് നമുക്കറിയാം. ആ കഥ നമുക്കറിയാം. ആർക്കിമിഡീസ് തിയറി അറിയില്ലെങ്കിൽ, തിയറി നഗ്നനായി റോഡിലൂടെ ഓടിയതല്ല തിയറി. ആ തിയറിയിലേക്കുള്ള ഒരു ശ്രദ്ധ ആകർഷിക്കലാണ്. അതിവിശാലമായ പള്ളിയുടെ അങ്കണത്തിൽ പതിവിലും നേരത്തെ എത്തിയ ഒരു കൊച്ചു പയ്യൻ, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പള്ളിയുടെ വലിയ ഘടികാരത്തിൻ്റെ പെണ്ടുലം അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പെണ്ടുലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ആരോഹണ അവരോഹണങ്ങളിൽ നിന്ന് തൻ്റെ തിയറി ആവിഷ്കരിക്കുന്നു. ഇതെല്ലാം സയൻസ് ഓരോരോ തിയറികൾ ആവിഷ്കരിക്കുന്നതിന് അതുമായി ഏകദേശം ചേർന്ന് നിൽക്കുന്ന
ഓരോ കഥയുടെ ഒരു രൂപം അവിടെ അവതരിപ്പിക്കുന്നു. സയൻസിൽ ഈ ആപ്പിൾ താഴെ വീണതല്ല വിഷയം. ആർക്കിമിഡീസ് വെള്ളത്തിൽ കിടന്നതോ ടബിൽ കുളിച്ചതോ റോട്ടിലൂടെ ഓടിയതോ അല്ല. പള്ളിമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഘടികാരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ല. തിയറി വേറെയാണ്. ഐൻസ്റ്റീൻ തിയറി അവതരിപ്പിക്കുമ്പോൾ E=mc² പറയുമ്പോൾ പ്രത്യേകിച്ച് കഥയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വലിയ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. വേണമെങ്കിൽ ഐൻസ്റ്റീൻ ഒരു കഥയൊക്കെ ഉണ്ടാക്കാം, മുടിവെട്ട് കഥയൊക്കെ ഉണ്ടാക്കാം. ഒരിക്കൽ ബാർബർ ഷോപ്പ് പോയപ്പോൾ മുടി വെട്ടി, അങ്ങനെ മുടി തൻ്റെ ദേഹത്തുണ്ടായിരുന്നു ചെറിയ അത്. അപ്പോൾ അതിനെ എടുത്ത് അദ്ദേഹം വീണ്ടും മുറിച്ച് ഇങ്ങനെ പരമാണുവാക്കുന്ന, ആ പരമാണുവിൻ്റെ അണുവിനെ ഭേദിക്കുന്ന സമയത്ത് അനന്തമായ ഒളിഞ്ഞിരിക്കുന്ന ശക്തിവിശേഷത്തെ ആവിഷ്കരിച്ചതിനൊരു കഥയൊക്കെ പറയാം. കാരണം ഐൻസ്റ്റീൻ തിയറിക്ക് നമുക്കൊരു കഥയുണ്ട് ഇവിടെ, നമ്മളത് പഠിക്കും, അവതാരങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കഥകളെല്ലാം തന്നെ തത്വചിന്തയിലാണ് സ്വാമി പറയുന്നത്. ഈ കഥകളെല്ലാം തന്നെ തത്വത്തെ അവതരിപ്പിക്കുന്നതിനുള്ളതാണ്. ഇന്നലെ രാത്രി ആണ് സ്വാമി ഗുരുവായൂർ എത്തിയത്. നാളെ രാവിലെ വിഷു ആണല്ലോ, കണി കാണണം, കണിക്കൊന്ന കാണണം, ഇങ്ങനെയൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കർട്ടൻ നീക്കി നോക്കിയപ്പോൾ വലിയ ജനാലയാണ്, വലിയ വാതിലാണ്. നോക്കിയപ്പം ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത് വലിയൊരു കൊന്നമരമാണ്, നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന മരമാണ്. അപ്പം നമുക്ക് തോന്നി ആദ്യം അങ്ങനെ എന്നാൽ രാവിലെ തന്നെ ഇത് കാണാം. പിന്നെ തോന്നി അതിൽ നിന്ന് ഈ ജനല്, ഈ വാതിൽ തുറന്നാൽ, വലിയ കണ്ണാടി വാതിൽ, അത് തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റും. വേണമെങ്കിൽ മുറിയിൽ വെക്കാം. ഈ ഇതുണ്ട്, ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചാൽ മതിയോ. രാവിലെ സ്വയം കാണാം, തലേന്നൊരുക്കിയ കണി നമുക്ക് തന്നെ കാണാം. അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ ഈ ഗ്ലാസ് തുറന്ന് ഈ പാരപ്പറ്റിൻ്റെ അവിടെ കാല് വെച്ച് ഇതങ്ങോട്ട് പിടിച്ചതും നേരെ സ്വാമി താഴേക്കാവും. താഴെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു 800 വണ്ടി. അതിൻ്റെ ബോണറ്റിൻ്റെ മുകളിലാണ് പോയി പട്ടയെന്ന് പറഞ്ഞു. പക്ഷെ ആരും തന്നെ വരുന്നില്ല സ്വാമിയെ പൊക്കിയെടുക്കാൻ. പിന്നെയാണ് മനസ്സിലായത് സ്വപ്നമായിരുന്നു. ഈ സ്വപ്നമായിരുന്നു എന്ന വരി നിങ്ങൾ വിസ്മരിച്ചാൽ നാളെ നിങ്ങളൊരു കഥയുണ്ടാകും. സ്വാമി ഏതോ മരത്തിൻ്റെ മുകളിൽ കയറി താഴെ വീണു, നടു ഒടിഞ്ഞിട്ടുണ്ട്, അല്ലാതെ അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. മരത്തിൻ്റെ മുകളിലൊക്കെ കയറണം വല്ല ആവശ്യമുണ്ടോ? കാരണം സ്വപ്നത്തിൽ കയറിയതാണ്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ സ്വപ്നത്തിലാണ്, സ്വപ്നമായിരുന്നു ഇതെന്നത് നാം വിസ്മരിച്ചാൽ ആ ഒരു വരി ഈ കാര്യത്തെ മാറ്റിമറിക്കുന്നതാണ്, ഈ കഥയെ മാറ്റിമറിക്കുന്നതാണ്. അത്തരം ചില വരികൾ, ശ്ലോകങ്ങൾ നമ്മൾ മഹാഭാരതത്തിൽ നിന്ന് നമ്മളറിയാതെ നമ്മൾ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാഭാരതത്തെ സംബന്ധിക്കുന്ന ഒരു കഥ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് ആ കഥ? വ്യാസർ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷനാക്കി. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു കഥയുണ്ട്. അതിന് വ്യാസർ വളരെ മനോഹരമായി പറയുന്നു. അനേക ജീവജാലങ്ങൾ, വൈവിധ്യമാർന്ന മനുഷ്യർ
അവരുടെ ഭാഷ, അവരുടെ ഭക്ഷണം ഇങ്ങനെ സംഗ്രഹിച്ച് പറയുന്നുണ്ട് രാമായണത്തിൽ. ഇങ്ങനെയൊരു കഥ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എനിക്കതൊന്ന് എഴുതാൻ എനിക്കൊരു സഹായം ആയിട്ട് ആരെ കിട്ടും എന്നതാണ് എൻ്റെ ദുഃഖം. ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വിഘ്നേശ്വരനെ ധ്യാനിക്കാൻ, വിഘ്നേശ്വരൻ അങ്ങയുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ കഥ എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ വിഘ്നേശ്വരനും വ്യാസരും തമ്മിലൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. വിഘ്നേശ്വരൻ പറഞ്ഞു, എഴുതാൻ തുടങ്ങിയാൽ നിർത്തുക എന്നത് എനിക്ക് പറ്റില്ല. എഴുതാൻ ഞാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വ്യാസരപ്പ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ വ്യാസൻ പറഞ്ഞു, വ്യാസരൊരു അതിന് ബദലായിട്ടൊരു സംവിധാനം ചെയ്തു. വ്യാസൻ പറഞ്ഞു, മനസ്സിലാവാതെ എഴുതരുത് എന്ന് പറഞ്ഞു. മനസ്സിലാകാതെ എഴുതരുത്. അതുകൊണ്ട് എന്താണോ ഞാൻ പറയുന്നത് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്, അത് ബോധ്യപ്പെട്ടുകൊണ്ട് എഴുതണം, അല്ലാതെ എഴുതരുത്. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കിത്ര അറിയാം. എവിടെയാണ് വ്യാസൻ ഗണപതിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്? എവിടെയാണ് ഗണപതി തൻ്റെ പേന നിർത്തിയത് എന്ന് നമ്മൾ ആരും അന്വേഷിച്ചിട്ടില്ല. അതാ പ്രശ്നം. ഒരുപാട് സ്ഥലങ്ങളിൽ ഗണപതി എഴുത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം വ്യാസർ പറയുന്നത് മുഴുവൻ തകിടം മറിച്ചിട്ടാണ്. ഇങ്ങനെ തകിടം മറിക്കുന്ന സമയത്ത് ഗണപതി ആകെ അസ്വസ്ഥനാകും. ഈ തകിടം മറിച്ചിലുകൾ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വ്യാസൻ അതിഗംഭീരമായിട്ട് കഥ പറയും. ധർമ്മപുത്രരെ കൊണ്ട് അധർമ്മം ചെയ്യിക്കുന്നു. ഗണപതി അസ്വസ്ഥനാവാൻ വേറെ ഒന്നും വേണ്ട. ധർമ്മപുത്രൻ എന്ന് പേര് നൽകി ഭാര്യയെ പണയം വെച്ച് ചൂത് കളിപ്പിക്കുന്നു. ഗണപതി അപ്പം നിർത്തുകയും പേന. പിന്നെ ഗണപതിക്ക് ബോധ്യമായതിനു ശേഷം എഴുത്ത് മുന്നോട്ടേക്ക് വിടും. ഇങ്ങനെ ഗണപതി പലയിടങ്ങളിൽ നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയാ? ഇങ്ങനെയൊരു ആമുഖം മഹാഭാരതത്തിന് വ്യാസര് തന്നെ ചമച്ചത്.